علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനും സർവ്വലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാവൽ എന്നത്, സുരക്ഷിതത്വം എന്നത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് കാവൽ ആവശ്യമാണ്. ഭൗതിക മേഖലകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് കാവൽ ആവശ്യമാണ്. ഈ കാവലും സുരക്ഷിതത്വവും സത്യവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് മുഅ്മിനുകളായ ആളുകൾക്ക് അള്ളാഹു കാവൽ നൽകുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മുന്നിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കുന്നവർ അവനുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, അഥവാ മലക്കുകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. മുഅ്മിനുകളായ ആളുകൾക്ക് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ആ മുഅ്മിനുകളെ കാത്തു സൂക്ഷിക്കുന്ന മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. മുഅ്മിനിന്റെ സുരക്ഷ അള്ളാഹു നടപ്പാക്കുന്നത് ഈ മലക്കുകളിലൂടെയാണ്. മലക്കുകളിലൂടെ ജീവിതത്തിന്റെ കാവൽ, അതിന്റെ സുരക്ഷ ലഭ്യമാകുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഖുർആനിലെയും ഹദീസിലെയും വാക്കുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തുർമുദി, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്ത് പറയാം, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, മോനെ ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹനെ സൂക്ഷിക്കണം, എങ്കിൽ യഹ്ഫളുക, അള്ളാഹു നിനക്ക് കാവൽ നൽകും. നീ അള്ളാഹനെ പേടിച്ച് ജീവിച്ചാൽ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് നിന്റെ ജീവിതമെങ്കിൽ അള്ളാഹു നിനക്ക് സുരക്ഷിതത്വം നൽകും, ഹഫളത്ത് നൽകും. ഇഹ്ഫളില്ലാഹ്, തുടർന്ന് വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്ഫളില്ലാഹ് തജിദു തിജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക,
എങ്കിൽ നിനക്ക് റബ്ബിനെ നിന്റെ മുന്നിൽ കാണാം. ഇതിന് മുഫസ്സിറുകൾ വിശദീകരണം നൽകി. റസൂലുള്ള തന്നെ മറ്റു ചില റിവായത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് തജിദുഹു അമാമക്, നിന്റെ മുന്നിൽ നിനക്ക് റബ്ബിനെ കാണാമെന്നാണ്. അഥവാ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിയായിട്ട് റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു. അന്ന മൻ ഹഫിള ഹുദൂദില്ലാഹ് വജദല്ലാഹ മഅഹു ഫി ജമീഇൽ അഹ്വാൽ. തീർച്ചയായും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിധികളെ കാത്തു സൂക്ഷിച്ചാൽ, ഹറാമുകളും ഹലാലുകളും ഒക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബ് അവന്റെ കൂടെ ഉണ്ടാകും. യഹൂതുഹു വയൻസുറുഹു വയഹ്ഫളുഹു വയുഅയ്യിദുഹു വയുസദ്ദിദുഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അവനെ വലയം ചെയ്തുകൊണ്ട്, അവനെ സഹായിച്ചുകൊണ്ട്, അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, അവന് കരുത്തു പകർന്നുകൊണ്ട് റബ്ബ് എല്ലാ ഘട്ടത്തിലും അവന്റെ കൂടെ ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് സഹാബത്ത് ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ ഇദസ്തൂദിഅ ശൈഅൻ ഹഫിള. അല്ലാഹു ഒരു കാര്യത്തിന്റെ ചുമതല അങ്ങ് ഏറ്റെടുത്താൽ അതിനെ അല്ലാഹു സംരക്ഷിക്കും. എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം റബ്ബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അല്ലാഹു സഹായിക്കും, അവന്റെ കാവലുണ്ടാകുമെന്നാണ്. അപ്പൊ അതിനെന്ത് വേണം? റബ്ബ് നമ്മളെ ഏറ്റെടുക്കണം. റബ്ബ് നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? ഹറാമുകളെക്കുറിച്ചും ഹലാലുകളെക്കുറിച്ചുമുള്ള കൃത്യമായ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ആളുകളെ യാത്രയയക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാം, അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക. ഒരു റിവായത്തിൽ വഖവാതിമ അഅമാലിക് എന്ന് കാണാം. ഞാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നു ഏതൊക്കെ കാര്യം? ഒന്ന്, നിന്റെ ദീന്; രണ്ട്, നിന്റെ സുരക്ഷിതത്വം; മൂന്ന്, നിന്റെ കർമ്മങ്ങളുടെ എല്ലാം പര്യവസാനം. ഇതൊക്കെ ഞാനിതാ അള്ളാനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ആളുകളെ യാത്ര അയച്ചിരുന്നത് എന്നുള്ളതാണ്. ചില പ്രത്യേക ദിക്റുകൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാവൽ എല്ലാ സന്ദർഭത്തിലും ലഭിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചത് പ്രധാനമായി കാണാം. ഒന്ന്, അവിടുന്ന് പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം സലാസ മർറാത്ത് ലം തുസിബ്ഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ വമൻ ഖാലഹ ഹീന യുസ്ബിഹ് സലാസ മർറാത്തിൻ ലം തുസിബ്ഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ആ പ്രാർത്ഥന 3 വട്ടം ഒരാൾ ചൊല്ലിയാൽ, രാത്രിയിൽ അത് പറഞ്ഞാൽ പ്രഭാതം വരെ ഒരു പ്രയാസവും അവനെ ബാധിക്കുകയില്ല. പ്രയാസത്തിൽ അത് 3 തവണ പറഞ്ഞാൽ വൈകുന്നേരം വരെയും ഒരു പ്രയാസവും അവനെ ബാധിക്കില്ല. അഥവാ അള്ളാഹുവിന്റെ കാവൽ അവനുണ്ടാകും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥന റബ്ബിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ച് അവന്റെ നാമഗുണവിശേഷണങ്ങൾ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരടിമ ഈ പ്രാർത്ഥന നടത്തിയാൽ അവന്റെ കാവൽ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. അതുപോലെ തന്നെ വേറെയും നിരവധി പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി മാ ഖലഖ. അല്ലാഹുവേ, നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന് നിന്റെ സമ്പൂർണമായ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന, അതെല്ലാം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഇസ്തിഖാമത്താണ്. അഥവാ ഈമാൻ ഉണ്ടാകുന്നതോടൊപ്പം ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കുക. ഒരു ചെറിയ പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകരുത്. ഈമാൻ മാറ്റുരക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോ അവൻ എന്ത് കരുതും എന്നെക്കുറിച്ച്? അല്ലെങ്കിൽ എന്റെ സെക്യുലറിസത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമോ? ഞാനൊരു മതേതര വിശ്വാസി അല്ലാതായി മാറുമോ? തുടങ്ങിയ ഭയാശങ്കകളാൽ ആദർശം മുറുകെ പിടിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ പതറിപ്പോവുക. അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. മറിച്ച് ഇസ്തിഖാമത്തുണ്ടാകണം, അടിയുറച്ച് നിൽക്കണം. അള്ളാഹു പഠിപ്പിച്ചു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ.
ഇഹത്തിലും പരത്തിലും അല്ലാഹു ഖൗലു സാബിത്ത് കൊണ്ട് മുഅ്മിനുകളെ ശക്തിപ്പെടുത്തും. എന്താണ് ഇവിടെ ഖൗലു സാബിത്ത്? മുഫസ്സിറുകൾ വിശദീകരിച്ചു, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഇഹത്തിലും പരത്തിലും സത്യവിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകും. ഖബറിന്റെ വിഷയം പഠിപ്പിച്ചിടത്ത് ആ ഖബറിലെ ചോദ്യോത്തരങ്ങളെ കുറിച്ച് പഠിപ്പിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പ്രത്യേകം നമുക്ക് ഓതി തന്നിട്ടുണ്ട്. ഖബറിലെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സ്ഥൈര്യം ഒരു മുഅ്മിന് ലഭിക്കുന്നതും ഖൗലു സാബിത്ത് കൊണ്ടാണ്. കാരണം ഈ ലോകത്ത് അവൻ ജീവിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അർത്ഥമറിഞ്ഞുകൊണ്ട് മുറുകെ പിടിച്ചവനാണ്. സൂറത്ത് അഹ്ഖാഫ് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, അത് പറയുക മാത്രമല്ല സുമ്മ ഇസ്തഖാമൂ, പിന്നീട് അതനുസരിച്ച് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്തിട്ടുള്ളവർ. ഈമാനിന്റെ കൂടെ ഇസ്തിഖാമത്തുണ്ടാകണം. അടിയുറച്ചുകൊണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമായാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. മറ്റൊന്ന് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത് സൂറത്ത് ഹജ്ജ് 38-ാമത്തെ ആയത്തിൽ, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് അവരെ അല്ലാഹു പ്രതിരോധിക്കുമെന്നാണ്. ശത്രുക്കളിൽ നിന്നുള്ള പ്രതിരോധം, അപകടങ്ങളിൽ നിന്നുള്ള പ്രതിരോധം മുഅ്മിനുകൾക്ക് അല്ലാഹു നൽകുമെന്നാണ് സൂറത്ത് ഹജ്ജ് 38-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യമുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം പുത്രനഷ്ടത്തിന്റെ വ്യഥ അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനാണ്. അരുമയായ മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ അസൂയമൂത്ത സഹോദരന്മാർ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലെറിയുന്നു. ഒരു മകനെ തന്റെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു പിതാവ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കഴിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ബിന്യാമീൻ എന്ന സഹോദരനെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം തന്ത്രപൂർവം തന്റെ കൂടെ പിടിച്ചു വെക്കുന്നു. ഈ ശേഷിക്കുന്ന മക്കൾ വന്നിട്ട് ബാപ്പായോട് ഈ വിവരം പറയുകയാണ്. 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവ്. ആ സന്ദർഭത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം നടത്തിയ പ്രതികരണം സൂറത്ത് യൂസുഫിലെ 64-ാമത്തെ ആയത്തിൽ കാണാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, കാത്തു സൂക്ഷിക്കുന്നവരിൽ, കാവൽ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. മാത്രമല്ല വഹു അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവരും എന്റെ റബ്ബാണ്. നിരാശപ്പെടുന്നതിന് പകരം വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട യൂസുഫ് എന്ന മകനെ കുറിച്ചുള്ള പ്രതീക്ഷ ആ പിതാവിന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കാണ് ഫല്ലാഹു ഖൈറുൻ ഹാഫിള, ഏറ്റവും നന്നായി കാത്തുരക്ഷിക്കുന്നവനാണ് അല്ലാഹ്. ആ പ്രതീക്ഷയാണ് ഒരു മുഅ്മിനിനെ ജീവിതത്തിന്റെ ഏതേത് സന്ദർഭത്തിലും നയിക്കേണ്ടുന്ന വികാരം. ആ ഹഫളത്ത് നമുക്ക് ലഭിക്കാൻ ആവശ്യമായ ഗുണങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠമുണ്ട് സൂറത്തുൽ കഹ്ഫ്. നമ്മൾ ഇന്നും പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ വചനം. ചരിത്രം നമുക്കറിയാം. മഹാനായ മൂസ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര പോയി മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിലുണ്ടായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഖിദർ അലൈഹിസ്സലാം പൊളിഞ്ഞു വീഴാറായ ഒരു മതില് അത് പൊളിച്ച് നേരെയാക്കി അതിനെ സുരക്ഷിതമായ അവസ്ഥയിൽ കാത്തു സൂക്ഷിക്കുന്നു. അതിന്റെ കാരണം പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. ഈ മതിൽ ആർക്കുള്ളതാണ്? 2 യതീം കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ആ മതിലിനടിയിൽ കൻസുണ്ട്, നിധിയുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി അവർ പ്രായപൂർത്തി എത്തുന്നവരെ സംരക്ഷിച്ചതാണ്. അതിനുവേണ്ടിയാണ് ആ മതിൽ കെട്ടി നേരെയാക്കിയിട്ടുള്ളത്. അവിടെ കൻസ് എന്നുള്ളത് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കൻസുൽ ഇൽമാണ്, പ്രധാനമായി വിജ്ഞാനത്തിന്റെ നിധിയാണ് എന്നത്. പക്ഷെ ഈ കാര്യം പറഞ്ഞതിന്റെ കൂടെ അള്ളാഹു നമുക്കൊരു കാര്യം കൂടി ചേർത്ത് പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ടാണ് ആ അനാഥ ബാലന്മാരെ ആ വിധത്തിൽ സംരക്ഷിക്കാൻ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? വകാന അബൂഹുമാ സ്വാലിഹാ, ആ 2 അനാഥ മക്കളുടെയും ബാപ്പ
നല്ല മനുഷ്യനായിരുന്നു എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. മക്കൾക്ക് കാവലുണ്ടാകണമെങ്കിൽ ബാപ്പ അവരെ നന്നായി നോക്കി വളർത്തിയിരിക്കണം. ഹലാല് മാത്രം തിന്നാൻ കൊടുത്തിട്ടുള്ള ആയിരിക്കണം അവരെ വളർത്തിയിട്ടുണ്ടാകേണ്ടത്. ഞാനും നിങ്ങളും ഇന്ന് ജീവിതത്തിൽ എന്ത് നന്മ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ അതിലെ പ്രധാന കാരണം നമ്മെ പോറ്റി വളർത്തിയിട്ടുള്ള മാതാപിതാക്കളാണ്. സമയമാകുമ്പോ നമുക്കറിവ് നൽകി ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം അതിപ്രധാനമായ മതവിജ്ഞാനം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. ഹലാലും ഹറാമും വേർതിരിച്ചു പഠിപ്പിച്ചു തന്നു. റഹ്മാനായ നാഥൻ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ നന്മക്ക് കാരണമായതെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്ക് കാവല് ലഭിക്കണമെങ്കിൽ, റബ്ബിൽ നിന്നുള്ള ഹഫലത്ത് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് സൂറത്തുൽ കഹ്ഫിൽ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ആ യതീം മക്കളെ അള്ളാഹു കാവൽ നൽകി സംരക്ഷിക്കാൻ കാരണം കാന അബൂഹുമാ സ്വാലിഹ എന്നതാണ്. അവരുടെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്നതാണ്. നമ്മൾ ഉറപ്പുവരുത്തുക, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റബ്ബിൽ നിന്നുള്ള ഹഫലത്ത്, പടച്ചവനിൽ നിന്ന് കാവൽ ലഭിക്കത്തക്ക വിധത്തിൽ ദീനവർക്ക് നൽകി അവർക്ക് നൽകുന്ന ആഹാരം ഹലാല് മാത്രമാണെന്ന് ഉറപ്പുവരുത്തി ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ ധാർമ്മികതയും എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതോടനുബന്ധമായി ഉറപ്പുവരുത്തുക. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നൽകുന്ന മറ്റു ചില പ്രധാന പാഠങ്ങൾ: ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള ഹഫലത്തിന് നമ്മൾ അർഹത നേടണം. ആ അർഹത ഈമാനിലൂടെയാണ് എന്നതാണ്. അതിനുള്ള ചരിത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം മുന്നിൽ വെച്ച് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. തീക്ക് കരിക്കുക എന്ന കഴിവ് നൽകിയത് റബ്ബാണ്. ആ റബ്ബിന് തീയുടെ കരിച്ചു കളയുക എന്ന ഭൗതിക ഗുണത്തെ മാറ്റാനും കഴിവുള്ളവനാണ് റബ്ബ്. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം എറിയപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന, തീയെ നീ അഗ്നിയെ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറുക എന്ന്. അഥവാ ഭൗതിക സ്വഭാവത്തെ പോലും മാറ്റിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുത്താൽ, റബ്ബ് ഹഫലത്ത് നൽകാൻ തീരുമാനിച്ചാൽ ഒരു വസ്തുവിന്റെ ഭൗതിക ഗുണത്തെപ്പോലും മാറ്റിക്കൊണ്ട് അള്ളാഹു അത് ചെയ്യുമെന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംഭവത്തിലൂടെ റബ്ബ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മഹാനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ ചരിത്രം സൂറത്ത് അംബിയ 87-88 ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വദന്നൂന ഇദഹബ മുഗാലിബൻ വലന്ന അല്ല നഖദിറ അലൈഹി വനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. മത്സ്യം വന്ന് വിഴുങ്ങുന്നു യൂനുസ് അലൈഹിസ്സലാമിനെ. അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥ, പക്ഷെ രക്ഷപ്പെടുത്തുന്നു അല്ലാഹ്. 3 കാര്യങ്ങളാണ്. ആ പ്രാർത്ഥനയാണ് അതിന്റെ കാരണം. മുമ്പ് പലപ്പോഴും ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്, കൂടുതൽ ആ ഭാഗത്തേക്ക് പോകേണ്ടതില്ല. മത്സ്യത്തോടുള്ള കൽപ്പിച്ചു, യൂനുസിനെ അദ്ദേഹത്തിന്റെ മാംസത്തെ ദഹിപ്പിക്കരുത്, എല്ലുകളെ പൊടിച്ചു കളയരുത് എന്ന്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 40 ദിവസങ്ങളോളമാണ് മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാം കഴിഞ്ഞിട്ടുള്ളത്. റബ്ബിനോട് പ്രാർത്ഥിച്ചു, സുജൂദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ലോകത്ത് ഇന്നേ വരെ ഒരാളും സുജൂദ് ചെയ്യാത്ത സ്ഥലത്താണ് ഞാനിതാ നിനക്ക് സുജൂദ് ചെയ്തിരിക്കുന്നത് എന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ടാണ് യൂനുസ് അലൈഹിസ്സലാം സുജൂദ് ചെയ്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വാനലോകത്തുള്ള മലക്കുകൾ പറയുന്നു, ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നിന്നൊരു തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ. അല്ലാഹു അവർക്ക് മറുപടി നൽകി, അത് ആഴിയുടെ അഗാധതയിൽ വെച്ച്, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് എന്റെ പ്രവാചകൻ യൂനുസ് നടത്തുന്ന തസ്ബീഹാണ് നിങ്ങളെ കേൾക്കുന്നത് എന്ന് സുജൂദിൽ കടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. 3 കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 1, ലാ ഇലാഹ ഇല്ലാ അൻത, തൗഹീദിന്റെ മർമ്മമായ വാക്യം, അല്ലാഹുവേ, നീ അല്ലാതൊരു ഇലാഹില്ല. 2, സുബ്ഹാനക, തസ്ബീഹാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദിക്ർ, ആ തസ്ബീഹാണ്. 3, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. തൗബയാണ്. തൗഹീദും തസ്ബീഹും അതുപോലെ തന്നെ തൗബയും അടങ്ങിയിട്ടുള്ള ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന യൂനുസ് അലൈഹിസ്സലാം നിർവഹിച്ചപ്പോഴാണ്
ആഴിയിലെ മത്സ്യം കരയിലേക്ക് നീങ്ങി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഈ വചനം പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹു അവന് കാവൽ നൽകും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന. മറ്റൊന്ന്, അല്ലാഹു നൽകിയ കാവലിന്റെ മഹത്തരമായ മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ ഒളിച്ചു നിന്നപ്പോ ശത്രുക്കൾ വന്ന് ഗുഹാമുഖത്തെത്തിയ സന്ദർഭത്തിൽ അല്ലാഹു നൽകിയ കാവൽ. വിശുദ്ധ ഖുർആനിലൂടെ കാര്യം റബ്ബ് എടുത്തു പറയുന്നു. ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബി. അവർ രണ്ടുപേരും അഥവാ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ആ ഗുഹയിലായിരുന്ന സന്ദർഭം ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സന്ദർഭം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, താങ്കൾ ദുഃഖിക്കരുത്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു വിശദീകരിക്കുന്നു, റബ്ബ് അദ്ദേഹത്തിന് സമാധാനം നൽകി. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യം കൊണ്ട് അല്ലാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തു. അഥവാ മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായം നൽകി. റബ്ബ് ഒരടിമയെ സംരക്ഷിക്കുന്നത്, കാവൽ നൽകുന്നത് മലക്കുകളിലൂടെയാണ് എന്നതാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ, ദുരന്തങ്ങളിൽ പെടാതിരിക്കാൻ, ദുരന്തമുഖത്ത് റബ്ബിന്റെ കാവലുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച പോലെ, യൂനുസ് അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച പോലെ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ സൗർ ഗുഹയിൽ സംരക്ഷിച്ച പോലെ റബ്ബ് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ കാവൽ നമുക്ക് നൽകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഈ ഈമാൻ, ഈ തവക്കുൽ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുക. ഒപ്പം റബ്ബിനോട് നിരന്തരമായി റസൂലുള്ള പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ, അല്ലാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനകൾ നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. ഇരു ലോകത്തും റബ്ബിന്റെ കാവൽ ലഭിക്കുന്ന, കാരുണ്യം ലഭിക്കുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ സമ്പാദ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരുണ്യവാനായ റബ്ബിന്റെ കാവലിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സൂറത്തുൽ റഅദിലെ 11-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാതെ ഒരു ജനതയെയും അല്ലാഹു മാറ്റുകയില്ല എന്നാണ്. നന്നാകണമെങ്കിൽ നന്നാകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. പടച്ചോൻ എന്നെ കാത്തുകൊള്ളുമെന്ന് വിചാരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കില്ല. അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ ആവശ്യമായ പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിന് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തവക്കുലാക്കിയതുകൊണ്ട് കാര്യമില്ല. റസൂലുള്ള പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടാകണം നീ തവക്കുല് ചെയ്യേണ്ടത്. ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നർത്ഥം. അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള മാറ്റം റബ്ബുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലക്കുള്ള ഉത്തമമായ ഒരു മാറ്റം സാധ്യമാകണമെങ്കിൽ സ്വയം അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവുക എന്നത് പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫഅമ്മാമൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. ആര് നൽകുകയും ജീവിതത്തിൽ തഖ്വ പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അല്ലാഹു എളുപ്പം നൽകും. എന്നാൽ വഅമ്മാമൻ ബഖില വസ്തഗ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര.
ഏതൊരാൾ പിശുക്ക് കാണിക്കുകയും സ്വയം മതിയായവനെന്ന് നടിക്കുകയും ചെയ്യുന്നുവോ അവനെ പ്രയാസകരമായതിലേക്ക് നാം വഴി നടത്തും, അവനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ ഹുസ്നയിലേക്ക് അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടാൻ ആവശ്യമായ സൽഗുണങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള അർഹത നേടുക, അള്ളാഹുവിന്റെ കാവലിനുള്ള അർഹത നേടുക, നന്നാകാൻ ഞാനിതാ തയ്യാറാണ് എന്ന നിലക്ക് ജീവിതത്തെ മാറ്റുക. എന്നിട്ടാകണം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സുആ, ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നു, ഏതെങ്കിലും നിലക്കുള്ള ഒരു ദോഷം നിങ്ങൾക്ക് വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലാ മറദ്ദല, ആ ദോഷത്തെ തട്ടിമാറ്റാൻ കഴിയുന്ന ഒരാളില്ല. അതാണ് നമസ്കാര ശേഷം നിരന്തരമായി നമ്മളെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അള്ളാഹുവേ, നീ തന്ന ഒന്നിനെ തടയാൻ കഴിയുന്നവരില്ല, നീ തടഞ്ഞ ഒന്നിനെ നൽകാൻ കഴിയുന്നവരുമില്ല. എല്ലാത്തിന്റെയും അധികാരി റബ്ബാണ്. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സുഅൻ ഫലാ മറദ്ദല, അള്ളാഹു ഏതെങ്കിലും നിലക്കൊരു ജനതയ്ക്കൊരു ദോഷം വരുത്താൻ തീരുമാനിച്ചാൽ അത് തടയാൻ തട്ടിമാറ്റാൻ കഴിയുന്ന ഒരാളുമില്ല. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് മറ്റൊരു രക്ഷാധികാരിയുമില്ല കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയായി നിങ്ങളുടെ രക്ഷാധികാരിയായി റബ്ബ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. ഇത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. മാറ്റത്തിനുള്ള സന്നദ്ധത, അറിവിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ച് ദിക്റുകളാൽ സമ്പുഷ്ടമായൊരു ജീവിതം നയിച്ച് ഞാനിതാ റബ്ബേ നിന്റെ ഇഷ്ടം നേടാൻ ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തുമ്പോഴേ അള്ളാഹു നമ്മളെ മാറ്റുകയുള്ളൂ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിൽ ചൊരിയപ്പെടുകയുള്ളൂ, അള്ളാഹുവിൽ നിന്നുള്ള ഹഫളത്ത്, അവന്റെ കാവൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മാറ്റത്തിന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണല്ലോ ജനുവരി 1 കൊല്ലത്തിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്. പല തീരുമാനങ്ങളും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ തന്നെ മറന്നുപോകുന്ന അവസ്ഥ വരും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഖാമത്ത് വളരെ പ്രധാനമാണ്, സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നല്ല മാറ്റത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന് സ്വയം നമ്മൾ തയ്യാറായി മുന്നോട്ട് നീങ്ങുക. അതോടൊപ്പം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മഹത്തായ അള്ളാഹുവിന്റെ ഈ ഭവനം ഇവിടെ സ്ഥാപിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം, പള്ളിയുടെ 3-ാം നില മദ്രസയായും QHLS ക്ലാസിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സ്ഥലം ഇൻഷാ അള്ളാഹ് അത് ഭാവിയിൽ പള്ളിയുടെ ഭാഗം തന്നെയാക്കി മാറ്റണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മദ്രസയ്ക്ക് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഭാഗം അവിടെ ഇപ്പോഴുള്ള കാർപ്പറ്റ് മാറ്റിയിട്ട് ടൈൽ വിരിക്കാൻ ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ ഇവിടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭവനം, അതിനേക്ക് വേണ്ടി നൽകുന്ന സഹായം തീർച്ചയായും നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രത്യേകമായ പ്രതിഫലം ലഭിക്കാൻ സഹായകരമാണ് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ സദുദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരുണ്യവാനായ റബ്ബ് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ട് ശരിയായ ഈമാൻ മുറുകെ പിടിച്ച് ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള കാവലിന് സകല നിലക്കും അർഹത നേടുന്ന സത്യവിശ്വാസികളായ വിജയികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥൻ എല്ലാ കാര്യങ്ങളെയും ഈമാനോടുകൂടി നേരിടാനും എല്ലാ പരീക്ഷണങ്ങളിലും വിജയം വരിക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم اجعل القرآن ربيع قلوبنا ونور صدورنا يا رب العالمين اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها
يا أرحم الراحمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.